നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ സുലഭമായി കിട്ടുന്നതും അതുപോലെ ഏറ്റവും പോഷക സമ്പുഷ്ടവുമായ ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ്. മുട്ട. കുറഞ്ഞ ചെലവിൽ ധാരാളം ഉയർന്ന പ്രോട്ടീനും അതുപോലെ ആരോഗ്യകരമായ കൊഴുപ്പുകളും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് മുട്ട. മുട്ടയിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു, പതിവായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം, ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, എത്ര അളവിൽ കഴിക്കാം, അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം, ആർക്കൊക്കെ നിർബന്ധമായും കഴിച്ചിരിക്കണം എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ, അതുപോലെ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്, വൈറ്റമിൻ B1, B6, B12, ഫോളേറ്റ്, അതുപോലെ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്, വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K, അതുപോലെ ധാരാളം മിനറൽസും, അതായത് അയൺ, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസും, കോളിൻ, അതുപോലെ ലൂട്ടീൻ, സിയാസാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകളും കൊണ്ടൊക്കെ സമ്പുഷ്ടമാണ് മുട്ട. അപ്പൊ മുട്ട പതിവായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇതിലുള്ള ആരോഗ്യകരമായ കൊഴുപ്പാണ് ഇതിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്ന LDLനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ ആയ HDLനെ ഉയർത്തുകയും ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ നമ്മുടെ മുട്ടയിൽ ഉണ്ട്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, ഹൃദ്രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. അതായത് ഒരു പ്രിവെന്റീവ് ആയിട്ട് ഹൃദ്രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയിൽ നിന്നും സ്ട്രോക്കിൽ നിന്നും ഒക്കെ സഹായിക്കുന്നതാണ്. രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് മുട്ട. ചിലർക്കുള്ള സംശയമാണ് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് മുട്ട. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തെ തടയുന്നു, സ്ട്രോക്കിനെ തടയുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല. പക്ഷേ അമിതമായിട്ട് കഴിച്ചാൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ മിതമായ അളവിൽ ദിവസവും ഒരു മുട്ട വീതം കഴിക്കുന്നതാണ് നല്ലത്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് പേശികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. മുട്ടയിലുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ പേശികളെ നിർമ്മിക്കാനും നന്നാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളും കായിക താരങ്ങളും വ്യായാമം ചെയ്യുന്നവർക്കും മുട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. അതുപോലെ മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് മുട്ട. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്നത് എല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ എല്ലുകളെയും പല്ലുകളെയും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് മുട്ട. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ D, ഫോസ്ഫറസ്, കാൽസ്യം ഇവയാണ് എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്ന ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരുന്ന കുട്ടികൾ, അതായത് പൊക്കം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന, എല്ലുകളുടെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മുട്ട. പിന്നെ അടുത്ത പ്രധാന ഗുണം എന്ന് പറയുന്നത് കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള ലൂട്ടീൻ, സിയാസാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകളാണ് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത്. അതായത് പ്രായാധിക്യം മൂലമുണ്ടാകുന്ന മാക്കുലർ ഡീജനറേഷൻ, കാഴ്ചക്കുറവ് ഇതൊക്കെ പരിഹരിക്കാൻ മുട്ടയ്ക്ക് കഴിയും. അതുകൊണ്ട് ദിവസവും ഒരു മുട്ട കഴിക്കാനായിട്ട് ശീലിക്കുക. മറ്റൊരു ആരോഗ്യ ഗുണം എന്നുള്ളത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്ന, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മുട്ട. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസുകൾ തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് പല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഏറ്റവും നല്ലൊരു ആഹാരം തന്നെയാണ് മുട്ട. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ E ആണ് അതിന് കാരണം.
നമ്മുടെ ചർമ്മത്തിന് തിളക്കം കിട്ടാനും മൃദുത്വം നൽകാനും അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകാതിരിക്കാനുമൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻ ഇയും സഹായിക്കുന്നു. അപ്പോൾ ആരോഗ്യ ഗുണങ്ങളുടെ ഒപ്പം തന്നെ സൗന്ദര്യ ഗുണങ്ങളും ചേർന്നതാണ് മുട്ട. അടുത്തതായിട്ട് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് മുട്ട. ഇതിൽ അടങ്ങിയിരിക്കുന്ന കോളിൻ എന്ന പോഷക ഘടകമാണ് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും അതുപോലെ ഏകാഗ്രശക്തിക്കും പഠനശേഷിക്കും ഒക്കെ സഹായിക്കുന്ന ഒന്ന്. ഈ ഘടകം തന്നെ, അതായത് കോളിൻ എന്ന പോഷക ഘടകം തന്നെയാണ് അൽഷിമേഴ്സ് പോലെയുള്ള മറവി രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ മെച്ചപ്പെടുത്തുക, അതുപോലെ എന്താ പറയാ, നമുക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന മുട്ട ദിവസവും കുട്ടികൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ടതാണ്. അതുപോലെ വയറ് നിറഞ്ഞൊരു അനുഭവം ഉണ്ടാകും നമ്മൾ മുട്ട കഴിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് അമിതവണ്ണം മൂലം പ്രയാസപ്പെടുന്നവർ അല്ലെങ്കിൽ ഭാരം കുറയ്ക്കാൻ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണമാണ് മുട്ട. കാരണം മുട്ട കഴിച്ചു കഴിയുമ്പോൾ തന്നെ വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാകും, പെട്ടെന്ന് വിശപ്പ് വരികയില്ല. അതുകൊണ്ട് തന്നെ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് കുറച്ച് കുറവുണ്ടാകും. അതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുട്ട. പലർക്കുമുള്ള ഡൗട്ടാണ് വണ്ണമുള്ളവർക്ക്, ഞങ്ങൾ മുട്ട കഴിച്ചാൽ തടി കൂടുമോ എന്നുള്ളത്. അപ്പൊ മുട്ട കഴിച്ചാൽ തടി കൂടുകയില്ല, പകരം അതിലൊരു ഫുൾനെസ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നത് കൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും നമുക്ക് ഫാറ്റ് ലോസിനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മുട്ട മാക്സിമം 2 മുട്ട വരെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൽ അളവിൽ കൂടുതൽ കഴിച്ചാൽ ശരിക്കും എന്താ പറയാ, കൊഴുപ്പും കൂടുന്നു, കാലറി കൂടുതൽ കിട്ടുന്നു, അതുപോലെ നമുക്ക് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ മിതമായ അളവിൽ കഴിച്ചാൽ, അല്ലെങ്കിൽ ദിവസം 1 മുട്ട കഴിച്ചുകൊണ്ട് തടി കൂടിയില്ല. അപ്പോൾ നമുക്ക് മുട്ട കഴിച്ചാൽ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഒപ്പം തന്നെ ഈ മുട്ട കഴിച്ചാൽ നമുക്ക് വരാൻ അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന അസുഖങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതാണ്, അതുപോലെ ഹൃദ്രോഗം തടയുന്നു, മാക്കുലർ ഡീജനറേഷൻ തടയുന്നു, അതായത് കണ്ണിന്റെ വരുന്ന തിമിരത്തിനും അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒന്നാണ്. അൽഷിമേഴ്സ് ഡിസീസ് വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ഡീജനറേഷൻ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനും കഴിവുള്ള ഒന്നാണ് മുട്ട. ഇനി പലർക്കുമുള്ള മറ്റൊരു സംശയമാണ് മുട്ട എപ്പോൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത് എന്നുള്ളത്. അത് നമുക്ക് ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും മുട്ട കഴിക്കാം. എന്നാൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും നല്ല ഊർജവും അതുപോലെ തന്നെ വയറ് നിറഞ്ഞൊരു ഫീലും ഉണ്ടാകും. അപ്പോൾ അമിത വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കാം. ഇനി മസിലൊക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിനൊക്കെ സഹായിക്കുന്നത് വ്യായാമത്തിന് ശേഷം മുട്ട കഴിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, മസിൽ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ വ്യായാമത്തിന് ശേഷം കഴിക്കാം. ഇനി രാത്രിയിലും കഴിക്കാം. ഇപ്പൊ രാത്രി മുട്ട കഴിച്ചത് കൊണ്ട് ആരോഗ്യത്തിന് ദോഷകരമാണ് എന്നുള്ളൊരു തെളിവുകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മുട്ട കഴിക്കാം. ഇനി എങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണം ഉണ്ടാകുന്നത് എന്ന് പലർക്കുമുള്ളൊരു സംശയമാണ്. കൂടുതൽ ആരോഗ്യ ഗുണം കിട്ടുന്നത് മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ്. പുഴുങ്ങി കഴിക്കാം. അതുപോലെ ഓംലെറ്റ്, അധികം എണ്ണയോ വെണ്ണയൊന്നും ചേർക്കാതെ ഓംലെറ്റ് ആയിട്ട് കഴിക്കാം. അതുപോലെ വെറുതെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, പോച്ച് ചെയ്ത് കഴിക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മഞ്ഞക്കരുവിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങളായ കോളിൻ, വൈറ്റമിൻ ഡി, ലൂട്ടീൻ എന്നിവ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മുട്ട മുഴുവനുമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലര് ഇപ്പോൾ വണ്ണം കൂടുമോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുമോ എന്ന് പേടിച്ച് മുട്ടയുടെ വൈറ്റ് മാത്രം, അതായത് പ്രോട്ടീൻ മാത്രം ലഭിക്കുന്ന രീതിയിൽ കഴിക്കുന്നുണ്ട്. പക്ഷെ മുട്ടയുടെ മഞ്ഞയോട് കൂട്ടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത്. ഇനി ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം എന്ന് പലർക്കുമുള്ളൊരു സംശയമാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് സാധാരണയായിട്ട് 1 മുതൽ 2 മുട്ട വരെ കഴിക്കാം.
ഇനി കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവര് അല്ലെങ്കിൽ കായിക താരങ്ങൾക്കൊക്കെ കൂടുതൽ മുട്ട ആവശ്യമായി വരും. അവര് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് കൂടുതലായിട്ട് കഴിക്കാം. ഇനി കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും കാലോറിയൊക്കെ കൊഴുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരഭാരം കൂടും, കൊളസ്ട്രോളിന്റെ ലെവൽ കൂടും അമിതമായിട്ട് കഴിച്ചാൽ. അതുപോലെ ചിലർക്ക് ദഹന അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ മുട്ട മാത്രം അധികമായിട്ട് കഴിക്കുന്നതിന് പകരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം ചേർത്ത ഒരു സമീകൃത ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. ഇനി ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ, മുട്ടയ്ക്ക് അലർജി ഉള്ളവരുണ്ട്. കഴിക്കുമ്പോൾ ചൊറിച്ചിൽ വരാം, അല്ലെങ്കിൽ ദേഹം മുഴുവൻ നീര് വെക്കുക, തടിച്ചു വീർക്കുക, അങ്ങനെയൊക്കെയുള്ള അലർജി ഉള്ളവർ മുട്ട കഴിക്കാൻ പാടില്ല. പിന്നെ ചില അസുഖങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവര് അല്ലെങ്കിൽ ഡോക്ടർ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രോഗികളും ഇത് കഴിക്കാൻ പാടില്ല. അതുപോലെ വൃക്ക രോഗികൾ, അവരൊക്കെ ഒരു ഡോക്ടറുടെ, അതായത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. ആരൊക്കെയാണ് നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികള്, വിദ്യാർത്ഥികള്, പ്രായമായവര്, അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവര്, കായിക താരങ്ങള്, പ്രോട്ടീന്റെ പ്രോട്ടീന്റെ അളവ് കുറവുള്ളവര്, അതുപോലെ ശസ്ത്രക്രിയ കഴിഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിന് ശേഷമോ സുഖം പ്രാപിക്കുന്നവര്, ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും നിർബന്ധമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഏതൊക്കെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും എത്ര അളവിൽ എപ്പോൾ എങ്ങനെയൊക്കെ കഴിക്കണം എന്നതിനെക്കുറിച്ചും വിശദമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.